രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വേദിയൊരുങ്ങുകയാണ്. യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസും തന്റെ ഭാര്യ ഉഷയും കുട്ടികളും 4 ദിവസത്തെ തിരക്കേറിയ സന്ദർശനത്തിനാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയാണ് ശ്രദ്ധാകേന്ദ്രം. പുതിയ യുഎസ് തീരുവകളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്യുമെന്നാണ് വിവരം. അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ബന്ധം വഷളായേക്കാവുന്ന അധിക നികുതികൾ ഒഴിവാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധത്തെ 21ാം നൂറ്റാണ്ടിലെ നിർണായക പങ്കാളിത്തമെന്നാണ് വിശേഷിപ്പിച്ചത്. എന്നിരുന്നാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധത്തിന്റെ ആഘാതം വളരെ വലുതാണ്. ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിൽ തീരുവ പ്രക്ഷോഭത്തിന് മുമ്പ് മോദിയും വാൻസിന്റെ ഭാര്യ ഉഷയും അവരുടെ മാതാപിതാക്കളെയും കാണുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു. ദേശീയതയിലും സുരക്ഷയിലും പങ്കിട്ട കാഴ്ചപ്പാടുകളിൽ വേരൂന്നിയ ഒരു തീപ്പൊരി ഇരു നേതാക്കൾക്കുമിടയിൽ ഉണ്ടായിരുന്നു. അവരുടെ വ്യക്തിപരമായ ബന്ധവും ശക്തമായിരുന്നു. പഴയ സുഹൃത്തുക്കളെ പോലെ ഇരുവരും കണ്ടുമുട്ടിയപ്പോൾ അവർ പറഞ്ഞത് "ഞാൻ നിങ്ങളെ മിസ് ചെയ്തിരുന്നു" എന്നാണ്. പക്ഷേ ഏപ്രിൽ 2-ന് ട്രംപ് ലിബറേഷൻ ഡേ എന്ന് വിളിച്ച ഒരു ദിവസം വന്നിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും പരസ്പര തീരുവകൾ നേരിട്ടു. ട്രംപ് പറഞ്ഞതുപോലെ അവ വളരെ കടുത്തതായിരുന്നു. ഇപ്പോൾ ആ തീരുവകൾ 90 ദിവസത്തേക്ക് ചൈന ഒഴികെയുള്ള മറ്റെല്ലാ രാജ്യങ്ങൾക്കുമെതിരെ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാരം സന്തുലിതമാകണം, കയറ്റുമതിയും ഇറക്കുമതിയും തുല്യമാക്കണമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മണ്ണിൽ വാൻസ് ചുവടുവെക്കുകയാണ്. ഈ താരിഫ് ടാങ്കോയിൽ ഇന്ത്യ പ്രതികാരം നടത്തുന്നത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ വിശ്വാസ്യതയെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുകയാണ്. വാൻസിന്റെ ഇന്ത്യ സന്ദർശനം അമേരിക്കയുടെ വിപുലവും തന്ത്രപരവുമായ ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന ആത്മവിശ്വാസമാണ് പ്രകടമാക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 2 ദശകങ്ങളിലായി യുഎസ് ഇന്ത്യ ബന്ധങ്ങൾ കുതിച്ചുയരുകയാണ്. ട്രംപിന്റെ 2ാം ഭരണത്തിന്റെ തുടക്കത്തിൽ മോദി വൈറ്റ് ഹൌസ് സന്ദർശിച്ച ആദ്യ നേതാക്കളിൽ ഒരാളായിരുന്നു എന്നത് ഇതിന് തെളിവാണ്. ഫെബ്രുവരിയിലെ ആ യാത്ര വർഷാവസാനത്തോടെ ഒരു വ്യാപാര കരാറിന്റെ വിവിധ വാഗ്ദാനങ്ങൾക്ക് കാരണമായി. അമേരിക്കയിൽ നിന്നും ഇന്ത്യ കൂടുതൽ എണ്ണ, വാതകം, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ വാങ്ങാൻ സമ്മതിച്ചു. ഇരു രാജ്യങ്ങളും ആണവോർജ്ജത്തിലും അത്യാധുനിക സാങ്കേതിക വിദ്യയിലും സഹകരണം ആഴത്തിലാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം ചൈനയെ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ് അമേരിക്ക. ചൈനയെ ആശ്രയിക്കുന്നത് ഇന്ത്യ കുറച്ചാൽ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തത്തെ ഒരുമിച്ച് നിർത്തും. ചൈന ഇന്ത്യക്കും യുഎസിനും സൂപ്പർ ഗ്ലൂ പോലെയാണ്. ഇന്തോ പസഫിക് മേഖലയെ ചൈനീസ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യം ഇരു രാജ്യങ്ങളും പങ്കിടുന്നു. വ്യാപാര പാതകളും ഷിപ്പിംഗ് ലൈനുകളും ഇരുവർക്കും പ്രധാനമാണ്. 2020-ൽ മാരകമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായ ചൈനയുമായുള്ള നീണ്ട പിരിമുറുക്കമുള്ള അതിർത്തിയുള്ള ഇന്ത്യ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അമേരിക്കയെ ഒരു സാധ്യതയുള്ള സഖ്യകക്ഷിയായിട്ടാണ് കണ്ടിരുന്നത്. അതേസമയം ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിനെതിരായ ഒരു പ്രധാന പങ്കാളിയായി യുഎസ് ഇന്ത്യയെ കാണുന്നു. ഇന്ത്യൻ മേഖലയുടെ മൂല്യം മനസ്സിലാക്കി അമേരിക്ക അതിലേക്ക് തള്ളിവിടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ഡയറിക്ക് ഇന്ത്യ വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കണമെന്ന് യുഎസ് ആഗ്രഹിക്കുന്നു. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ കൃഷിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തെ സെൻസിറ്റീവ് വിഷയമാണ്. മറ്റൊരു ആശങ്കാജനകമായ വിഷയം കുടിയേറ്റമാണ്. രേഖകളില്ലാത്ത ഇന്ത്യക്കാരുടെ നാടുകടത്തലും വിദഗ്ധ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള വിസ റദ്ദാക്കലും ഉൾപ്പെടെ ട്രംപിന്റെ കർശന നടപടികൾ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. യുഎസിൽ 50 ലക്ഷത്തിലധികം ഇന്ത്യൻ വംശജർ ഉള്ളതിനാൽ ഈ നീക്കങ്ങൾ വ്യക്തിപരമായി ബാധിക്കുന്നു. മോദിയുമായുള്ള ചർച്ചകളിലും ജയ്പൂരിൽ നടത്തുന്ന പ്രസംഗത്തിലും വാൻസ് ഈ വിഷയങ്ങൾ നേരിട്ട് അഭിസംബോധന ചെയ്യും. അവിടെ അദ്ദേഹം യുഎസ് ഇന്ത്യ ബന്ധങ്ങളുടെ സ്ഥിതി വിശദീകരിക്കും. ഇതിൽ വ്യക്തിപരമായ ഒരു വശം കൂടി കൂട്ടിച്ചേർക്കുന്നു. വാൻസിന്റെ ഇന്ത്യ സന്ദർശനം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വളരെ പ്രത്യേകതയുള്ളതാണ്. ഉഷയുടെ മാതാപിതാക്കൾ 1970-കളിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് മാറിയിരുന്നു. 13 വർഷത്തിനിടെ യുഎസ് വൈസ് പ്രസിഡന്റിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ യാത്ര കൂടിയാണിത്. മുൻഗാമിയായ കമല ഹാരിസിനെ പോലെ ഒട്ടും ശാന്തനല്ലാത്ത ധീരവും ദൃശ്യവുമായ വ്യക്തിത്വമാണ് വാൻസിന്റേത്. ഡൽഹിയുടെ തിരക്കേറിയ തെരുവുകളിലൂടെയും നയതന്ത്ര ഹാളുകളിലൂടെയും വാൻസ് നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഈ സന്ദർശനത്തിന് യുഎസ് ഇന്ത്യ ബന്ധത്തെ പ്രതീക്ഷാഭരിതമായ പാതയിൽ നിലനിർത്താൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.